ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിസ്റ്റിക് മന്ത്ര. ഗ്രീൻ ടീ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം വരുന്ന ഒരു കിടിലൻ ഫേസ് പാക്കാണിത്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിനെ ടൈറ്റാക്കി നിർത്താനും നമ്മുടെ ഫേസിൽ നേരത്തെ തന്നെ വരുന്ന ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഇതിനൊക്കെ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോയും ഒരു യൂത്ത്ഫുൾ അപ്പിയറൻസും ഒക്കെ തരുന്ന ഒരു കിടിലൻ ഫേസ് പാക്കാണ്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസിന് നമ്മുടെ ഫേസിൽ വരുന്ന എക്സസീവ് അഴുക്കിനെയൊക്കെ കളയാനും അതുപോലെ തന്നെ ഡെഡ് സ്കിൻ സെൽസിനെ റിമൂവ് ചെയ്യാനും പിന്നെ ഇതിനെ നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും അങ്ങനെ നമ്മുടെ ഫേസിനെ എപ്പോഴും യങ് ആക്കി നിർത്താനൊക്കെ ഉള്ള കഴിവുണ്ട്. ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉള്ള ഈ ഒരു ഫേസ് പാക്ക് വളരെ ഈസിയാണ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. നമുക്ക് വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. വെറും 1 മിനിറ്റിൽ തന്നെ നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. അപ്ലൈ ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് 1 ടീസ്പൂൺ അളവിൽ ഗ്രീൻ ടീ പൗഡറാണ്. അപ്പോൾ നന്നായിട്ട് പൊടിച്ചിട്ടുള്ള ഗ്രീൻ ടീ ആയിരിക്കണം, തരികളൊക്കെ കുറവായിട്ടുള്ളത്. നമ്മൾ അടുത്ത് ആഡ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂൺ അളവിൽ യോഗട്ടാണ്. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സാധാരണ തൈരാണെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമ്മൾ ആഡ് ചെയ്യുന്ന മൂന്നാമത്തെ ലാസ്റ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് തേൻ. നമ്മൾ 1 ടീസ്പൂൺ അളവിലുള്ള തേനാണ് ഇവിടെ ചേർക്കുന്നത്. ഇനി എക്സ്ട്രീംലി ഓയിലി ആയിട്ടുള്ള സ്കിൻ ടൈപ്പ് ഉള്ളവർക്കാണെങ്കിൽ ഇതിൽ മുൾട്ടാണി മിട്ടി കൂടെ ആഡ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ 1 ടീസ്പൂൺ അളവിലാണ് മുൾട്ടാണി മിട്ടി ആഡ് ചെയ്യുന്നത്. നോർമലോ അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ മുൾട്ടാണി മിട്ടി ആഡ് ചെയ്യേണ്ട. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് റെഡിയായി കഴിഞ്ഞു. ഈ ഗ്രീൻ ടീക്ക് നമ്മുടെ സ്കിന്നിൽ പുതിയ സ്കിൻ സെൽസിൻ്റെ ഗ്രോത്തിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കാനും നറിഷ് ചെയ്യാനൊക്കെ ഗ്രീൻ ടീ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്കിന്നിലുള്ള കൊളാജൻ പ്രൊഡക്ഷൻസിൻ്റെ ലെവലിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ സ്കിന്നിനൊരു യങ് ആൻഡ് യൂത്ത് അപ്പിയറൻസ് നൽകാനൊക്കെ ഗ്രീൻ ടീ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ ആഡ് ചെയ്ത ഹണിയും യോഗട്ടും നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും മോയ്സ്ചറൈസിങ് എഫക്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. മുൾട്ടാണി മിട്ടി നമ്മുടെ സ്കിന്നിലുള്ള എക്സസീവ് ഓയിൽസിനൊക്കെ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ ക്ലോഗ്ഡ് പോഴ്സൊക്കെ ഓപ്പൺ ആക്കാനും ഡേർട്ടൊക്കെ കളയാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്ത് ഫേസ് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കണം. അതിനുശേഷം നമ്മൾ ഫേസ് ഒന്ന് തുടച്ച ശേഷം നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഡയറക്റ്റായിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. ഫേസിൽ എല്ലായിടത്തും ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നമ്മളൊരു 15 മിനിറ്റ് വരെയൊക്കെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളിത് പതുക്കെ മസാജ് ചെയ്തിട്ട് ഒരു 3 മിനിറ്റ് വരെയൊക്കെ അതുപോലെ മസാജ് ചെയ്യുക. അപ്പോൾ മസാജ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇത് കുറച്ച് റഫായിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. കുട്ടികളുടെയൊക്കെ ഫേസിൽ നമ്മൾ തൊടുന്ന പോലെ അത്രയും പതുക്കെ മാത്രമേ മസാജ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ ഒരു 3 മിനിറ്റ് വരെയൊക്കെ മസാജ് ചെയ്ത ശേഷം നമുക്കിത് വെള്ളം ഉപയോഗിച്ച് കഴുകി കളയാം. നല്ലൊരു കിടിലൻ റിസൾട്ടാണ് കിട്ടിയത്. ഫേസ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ലൊരു ഷൈനിങ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു ക്ലോത്ത് വെച്ച് ഫേസ് പതുക്കെ ഒന്നിങ്ങനെ ഒപ്പി ഡ്രൈ ആക്കി എടുക്കുക. അതിനുശേഷം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഈ മോയ്സ്ചറൈസർ ഞാൻ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തതാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം. ഇനി പുറത്തൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങളൊരു സൺസ്ക്രീൻ കൂടെ അപ്ലൈ ചെയ്യണം. ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ആഴ്ചയിൽ 3 തവണ യൂസ് ചെയ്യാം. മിനിമം ഒരു 2 തവണയെങ്കിലും യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങളത് യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ള നിങ്ങളുടെ ആ റിസൾട്ട് ഒത്തിരി വാല്യുബിളാണ്. അതെനിക്കും അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്കും ഒത്തിരി വാല്യുബിളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.